എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വ്യതിയാനം എന്ന് പറഞ്ഞൊരു ചെറിയ കഥ MG ബാബു എഴുതിയതാണ്. സാധാരണ കഥ എന്ന് പറയുമ്പോൾ ഇരുന്ന ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുന്നതാണ് കഥയെന്ന് പൊതുവെ നമ്മൾ പറയുന്ന ഒരു നിർവചനം. തീർച്ചയായിട്ടും ആ നിർവചനം അന്വർത്ഥമാക്കുന്ന ഒരു കഥയാണ് ഈ വ്യതിയാനം എന്നുള്ള കഥ. വളരെ എന്താ പറയുക, നല്ല ഒതുക്കമുള്ളൊരു ക്രാഫ്റ്റായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ആരോരുമില്ലാതെ ആവുമ്പോഴാണ് വീട് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് MG ബാബു കഥ തുടങ്ങിയിരിക്കുന്നത്. ആരോരുമില്ലാത്തപ്പോൾ വീട് നമ്മളോട് സംസാരിക്കും എന്നുള്ളതാണ്. എപ്പോഴാണ് വീട് സംസാരിക്കുക? നമ്മളെല്ലാവരും വീട്ടിലുള്ളപ്പോൾ നമ്മളുടെ ബഹളത്തിനിടയിൽ ഒരുപക്ഷെ വീടിൻ്റെ സംസാരം നമ്മൾ കേൾക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വീടിനെ നമ്മൾ കാതോർക്കുന്നത്, അല്ലെങ്കിൽ വീടിനെ നമ്മൾ ശ്രവിക്കുന്നത്, വീടിൻ്റെ ആത്മാവ് നമ്മൾ അറിയുന്നത് നമ്മൾ വീട്ടിൽ ഏകാന്തമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം തങ്കച്ചനാണ്. തങ്കച്ചനും ഭാര്യയും ജപ്പാനിലെ ടോക്കിയോ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ മകളെ നോക്കാൻ വേണ്ടിയിട്ട് ആ ടോക്കിയോയിലെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ്. ആ അവസരത്തിൽ ഈ ഗ്രാമത്തിൽ നിന്നും പറിച്ച് നടപ്പെട്ട തങ്കച്ചനും അവരുടെ കുടുംബവും കുറച്ച് നാൾ മകളുടെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ അവിടെ ആ ടോക്കിയോയിൽ നമുക്കറിയാൻ പോകാൻ പറ്റും, എന്താ പറയുക, ചെറിയ ചെറിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുമകനോ അല്ലെങ്കിൽ മകളോ ആരോ പറയുകയാണ്, അച്ഛ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂകമ്പമൊക്കെ ഉണ്ടാകാറുണ്ട്, ഈ ഭൂകമ്പത്തിൻ്റെ ഒരു ചലനം ഇപ്പം അടുത്ത് ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഭൂകമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, അത് എന്താ പറയുക, ഭൂമിയുടെ തലചുറ്റലാണ് അല്ലെങ്കിൽ ഭൂമിയുടെ തലകറക്കമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തങ്കച്ചന് ചിന്തിക്കുകയാണ്, ഭൂമിയുടെ തലകറക്കമാണ് എന്താ ഭൂകമ്പം. അങ്ങനെയാകുമ്പോൾ എനിക്കും ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകാറുണ്ട്. എനിക്കുണ്ടാകുന്ന തലകറക്കം എന്ന് പറയുന്നത് സോഡിയം കുറയുമ്പോഴാണ്. അപ്പോൾ മുതൽ തങ്കച്ചൻ്റെ മനസ്സിലൊരു ചെറിയ ചിന്ത ഉണ്ടാകുന്നുണ്ട്, സ്വന്തം വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന്. അപ്പോൾ സ്വന്തം വീട് എന്ന് പറയുന്നത് തങ്കച്ചൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. തങ്കച്ചൻ ബാങ്ക് ലോൺ എടുത്തും അതുപോലെ ആഭരണങ്ങളൊക്കെ വിറ്റും, ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ വിറ്റിട്ടാണ് മനോഹരമായൊരു വീട് ഉണ്ടാക്കുന്നത്. വീട് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഈ സ്വപ്ന ഭവനത്തിൽ നിന്നാണ് ടോക്കിയോയിലേക്ക് പറിച്ച് മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തങ്കച്ചൻ ടോക്കിയോയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ തങ്കച്ചൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതായത് ഈ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ വാടകയ്ക്ക് വീടിങ്ങനെ നല്ല വാടക വാങ്ങിയെടുക്കാനായിട്ട് ആരും തന്നെ ഇല്ല. വാടകയ്ക്ക് എടുക്കുന്നവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരൊക്കെ കുറവാണ്. ഇനി വല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ബംഗാളികൾക്കോ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് തങ്കച്ചൻ ഇങ്ങനെ മനസ്സിൽ ചിന്തയൊക്കെ ആയിട്ടാണ് സ്വന്തം വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് ഈ മൊബൈൽ ഫോൺ കുത്തി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടാണ് രാത്രിയുടെ ആ യാമങ്ങളൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. പുറത്ത് പെരും മഴയാണ്, ഭയങ്കരമായി കാറ്റാണ്, മരങ്ങൾ വീഴുന്നു, പല സ്ഥലങ്ങളിലും മണ്ണൊലിപ്പ് ഉണ്ടാകുന്നുണ്ട്, ശക്തമായ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. അപ്പം തങ്കച്ചനെ സംബന്ധിച്ച് അതിനൊന്നും കൃത്യമായിട്ട് അതിന് ചില നിഗമനങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ദിവസം തങ്കച്ചൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് വീട് തങ്കച്ചനോട് പറയുകയാണ്, വീട്ടുകാരെ തങ്കച്ച, ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ്. വീടിനുള്ളിൽ ഇങ്ങനെ ഈ ശബ്ദം മുഴങ്ങുകയാണ്, വീട്ടുകാരെ തങ്കച്ച, ഞാൻ വിട്ടു പോവുകയാണ്, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ തങ്കച്ചൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ തങ്കച്ചനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും തങ്കച്ചൻ അത് നിഷേധിക്കുമ്പോഴും തങ്കച്ചൻ്റെ മനസ്സിൽ ചില ആവലാതികളും വേവലാതികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും ഈ പ്രകമ്പനം ഉണ്ടാവുകയും, അങ്ങനെ ഈ പ്രകമ്പനം ഉണ്ടാകുന്ന സമയത്ത് വീട് വല്ലാതെ ഒന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വീട് പറഞ്ഞ കാര്യം തങ്കച്ചൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടുകയും, അങ്ങനെ തങ്കച്ചൻ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് വീട് വല്ലാതെ കുലുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴും പറയുന്നുണ്ട്, തങ്കച്ച നീ ദൂരെ പോ, എൻ്റെ ഈ വീട്ടിൽ നിന്ന് പോ, ഞാൻ യാത്ര പോവുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട് കുലുങ്ങിയ സമയത്ത് തങ്കച്ചൻ വീടിൻ്റെ പുറത്തേക്ക് തെറിച്ച് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ തെറിച്ച് വീട്ടിൽ നിന്നും വീഴുന്ന സമയത്ത് ഇയാൾ ഓർക്കുകയാണ്, വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ATM കാർഡും അതുപോലെ ആധാരവും ഒക്കെ എടുക്കേണ്ടതാണല്ലോ, ഈവൻ സോഡിയം ഗുളികയെങ്കിലും എടുക്കേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തങ്കച്ചൻ തെറിച്ച് വീഴുന്നു. അങ്ങനെ
തങ്കച്ചൻ പുറത്തേക്ക് വീഴുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, വലിയൊരു ശബ്ദം ഉണ്ടാകുന്നു. വെള്ളത്തിലേക്ക് കല്ല് അടർന്നു വീഴുന്ന പോലെ വീട് എന്താ പറയുക, ഈ ശക്തമായ വെള്ളത്തിൽപ്പെട്ട് അതുപോലെ ശക്തമായ കാറ്റും മഴയിലും വിട്ട് ഈ വീട് ഭയങ്കരമായിട്ട് എന്താണ് മഴയുടെ മൂടുപടത്തിൽ അവിശ്വാസത്തോടെ അയാൾ ആ കാഴ്ച കണ്ടു എന്ന് പറയുന്നത് വീട് കുലംകുത്തി ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ തങ്കച്ചനെ സംബന്ധിച്ച് അതെങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പോവുകയാണ്. അയാൾ ഒന്നും കൂടി പിന്നോട്ട് തിരിഞ്ഞു പോകുമ്പോൾ തൻ്റെ വീടിങ്ങനെ ഒഴുകി അല്ലെങ്കിൽ ഇല്ലാതെയായി നാശോന്മുഖമായി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നല്ലൊരു വായനാനുഭവം നൽകുന്ന ഒരു കഥയാണ് വ്യതിയാനം എന്ന് പറയുന്ന എം ജി ബാബുവിൻ്റെ ഈ കഥ. സാധാരണ കഥകളൊക്കെ എന്താ പറയുക, വൃദ്ധാസ്ഥലത്ത് അല്ലെങ്കിൽ വളരെയധികം പരത്തി പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇത് പദശൈലിയൊക്കെ നല്ല ഒതുക്കത്തോട് കൊണ്ടുവന്ന് അതേപോലെ തന്നെ ആ കേന്ദ്ര ആശയത്തിൽ വീട്, സംസാരിക്കുന്ന വീടെന്നുള്ള വലിയൊരു പ്രമേയം കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങളും അതേപോലെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വീട് നമ്മളോട് സംസാരിക്കും. അല്ലെങ്കിൽ ആ വീടെന്ന് പറയുന്ന സുരക്ഷാ താവളം നമ്മളിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു മനോഹരമായ കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ എല്ലാവരും ഒന്ന് വായിക്കണം. ആ എഴുത്തുകാരനെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇനി കൂടുതൽ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.